ഈ സിനിമ തുടങ്ങുന്നത് ചെറുതും മനോഹരവുമായ ഒരു ഗ്രാമത്തിൽ നിന്നാണ്. അവിടുത്തെ മന്ത്രവാദിനി മരിച്ചു എന്ന ശുഭവാർത്ത അറിഞ്ഞ സന്തോഷത്തിലാണ് ഗ്രാമവാസികൾ. ആ സമയത്ത് അവിടെ എത്തുന്ന ഗ്ലിൻഡ എന്ന മാലാക മന്ത്രവാദിനി ശരിക്കും മരിച്ചു എന്ന് സ്ഥിരീകരിക്കുന്നു. ഇത് കേട്ട ഗ്രാമവാസികൾ ആഹ്ലാദിക്കുകയും ഗ്രാമത്തിൽ പതിപ്പിച്ചിരുന്ന മന്ത്രവാദിനിയുടെ പോസ്റ്ററുകൾ കീറിക്കളയാൻ തുടങ്ങുകയും ചെയ്തു. ഗ്ലിൻഡ അവിടെ നിന്ന് പോകാൻ ഒരുങ്ങുമ്പോൾ ഒരു ചെറിയ പെൺകുട്ടി വന്ന് ചോദിച്ചു, എങ്ങനെയാണ് ഒരാൾ മന്ത്രവാദിനിയാകുന്നത്? എന്തുകൊണ്ടാണ് എല്ലാവരും അവളെ ഇത്ര മോശക്കാരിയായി കാണുന്നത്? കുട്ടിയുടെ ചോദ്യം കേട്ട് ഗ്ലിൻഡ ഗൗരവത്തോടെ പറഞ്ഞു, ഈ മന്ത്രവാദിനികൾ ജന്മന മോശക്കാരല്ല, അവരെ അങ്ങനെ ആക്കി മാറ്റുന്നതാണ്. നമ്മുടെ മോശം മനോഭാവമാണ് അവരെ ഇത്തരത്തിലാക്കുന്നത്. ഇതിനുശേഷം കഥ ഭൂതകാലത്തിലേക്ക് നീങ്ങുന്നു. എൽഫാബ ജനിച്ച സമയമാണത്. അവളുടെ അച്ഛൻ അവിടുത്തെ ഗവർണറാണ്. അവളുടെ നിറം പച്ചയായതിനാൽ അച്ഛൻ അവളെ സ്വീകരിച്ചില്ല. അവൾ ഒരു മാന്ത്രിക ശക്തിയുള്ള കുട്ടിയാണെന്ന് പിന്നീട് അവർക്ക് മനസ്സിലാകുന്നു. അവൾ കരയുമ്പോഴോ ദേഷ്യപ്പെടുമ്പോഴോ വായുവിൽ സാധനങ്ങൾ പറക്കാൻ തുടങ്ങുമായിരുന്നു. എൽഫാബയ്ക്ക് തന്റെ മാതാപിതാക്കളുടെ സ്നേഹം ലഭിച്ചില്ല. അവൾ വളർന്നതോടെ പ്രശ്നങ്ങളും വർദ്ധിച്ചു. അവൾക്ക് റോസ് എന്നൊരു സഹോദരി ഉണ്ടായിരുന്നു. അതീവ സുന്ദരിയായിരുന്നെങ്കിലും റോസിന്റെ ഒരു കാൽ തളർന്നതായിരുന്നു. ഒരു ദിവസം എൽഫാബ റോസിനും സുഹൃത്തുക്കൾക്കും കഥ പറഞ്ഞു കൊടുക്കുമ്പോൾ കുട്ടികൾ അവളെ പരിഹസിച്ചു. ദേഷ്യം വന്ന എൽഫാബ മാന്ത്രിക ശക്തി ഉപയോഗിച്ച് കല്ലുകൾ വായുവിൽ ഉയർത്തി അവരെ എറിഞ്ഞു. ഇതറിഞ്ഞ അച്ഛൻ എൽഫാബയോട് ദേഷ്യപ്പെടുകയും റോസിനെ അവിടെ നിന്ന് കൊണ്ടുപോവുകയും ചെയ്തു. അതോടെ എൽഫാബ ഒറ്റയ്ക്കായി. വീണ്ടും പ്രസന്റിൽ ഗ്ലിൻഡയെയും ഗ്രാമവാസികളെയും കാണിക്കുന്നു. അവർ മന്ത്രവാദിനിയുടെ വലിയൊരു പ്രതിമ നിർമ്മിച്ചിട്ടുണ്ട്. ഗ്ലിൻഡ അത് കത്തിക്കുന്നു. അവിടെ നിന്ന് പോകാൻ ഒരുങ്ങുമ്പോൾ മറ്റൊരു പെൺകുട്ടി ചോദിച്ചു, എൽഫാബ നിങ്ങളുടെ കൂട്ടുകാരിയായിരുന്നു? അവൾ എന്റെ ഒരു സുഹൃത്തായിരുന്നില്ലായിരിക്കാം, പക്ഷെ എനിക്ക് അവളെ നന്നായി അറിയാം. ഗ്ലിൻഡ മറുപടി നൽകി. വളരെ പാവത്താനും കരുണയുള്ളവളുമായ എൽഫാബ എങ്ങനെയാണ് ഒരു ഗ്രാമം മുഴുവൻ വെറുക്കുന്ന ഒരു മന്ത്രവാദിനിയായി മാറിയത്? ആ കഥയാണ് വിക്കറ്റ് എന്ന ഈ മൂവിയിലൂടെ പറയുന്നത്. 2 ഭാഗമുള്ള സിനിമയുടെ 1ാം ഭാഗമാണിത്. തുടർന്ന് കഥ വീണ്ടും പഴയ കാലത്തേക്ക് പോകുന്നു. എൽഫാബയും ഗ്ലിൻഡയും ഒന്നിച്ചുണ്ടായിരുന്ന കാലം. ഗ്ലിൻഡ സർവകലാശാലയിൽ പഠിക്കാനെത്തിയതാണ്. അതേ ദിവസം എൽഫാബ തന്റെ സഹോദരി റോസിനെ അവിടെ ചേർക്കാൻ വേണ്ടി എത്തിയതായിരുന്നു. അച്ഛൻ അനുവാദം നൽകാത്തതിനാൽ എൽഫാബയ്ക്ക് പഠിക്കാൻ കഴിയില്ലായിരുന്നു. അവിടെ വെച്ച് അധ്യാപിക റോസിനെ പ്രോട്ടോകോൾ പ്രകാരം കൊണ്ടുപോകുമ്പോൾ എൽഫാബ തടഞ്ഞു. അധ്യാപിക കേൾക്കാതിരുന്നപ്പോൾ ദേഷ്യം വന്ന എൽഫാബ തന്റെ ശക്തി ഉപയോഗിച്ച് റോസിന്റെ വീൽ ചെയർ നിർത്തി. സാധനങ്ങൾ വായുവിൽ പറക്കാൻ തുടങ്ങി. ഇത് കണ്ട അവിടുത്തെ പ്രിൻസിപ്പൽ കുട്ടികൾ എൽഫാബയെ ഉപദ്രവിക്കുമെന്ന് കരുതി അത് തന്റെ മാന്ത്രിക ശക്തിയാണെന്ന് വരുത്തി തീർത്ത് അവളെ രക്ഷിച്ചു. പ്രിൻസിപ്പൽ എൽഫാബയുടെ മാന്ത്രിക ശക്തിയെ പ്രശംസിക്കുകയും അത് നിയന്ത്രിക്കാൻ പഠിപ്പിക്കാമെന്ന് ഏൽക്കുകയും ചെയ്തു. എൽഫാബ സന്തോഷിച്ചെങ്കിലും അച്ഛൻ സമ്മതിക്കില്ലെന്നോർത്ത് വിഷമിച്ചു. ഗവർണറോട് സംസാരിക്കാമെന്ന് പ്രിൻസിപ്പൽ ഉറപ്പു നൽകിയതോടെ അവൾ ഹാപ്പിയായി. എൽഫാബയ്ക്ക് താമസിക്കാൻ ഗ്ലിൻഡയുടെ മുറിയാണ് പ്രിൻസിപ്പൽ ഒരുക്കി കൊടുത്തത്. രാത്രി മുറിയിലെത്തിയപ്പോൾ ഗ്ലിൻഡ തന്റെ സാധനങ്ങൾ മുറിയിലാകെ വാരി വലിച്ചിട്ടിരിക്കുന്നത് എൽഫാബ കണ്ടു. തനിക്ക് സ്ഥലമില്ലാത്തതിനെ കുറിച്ച് എൽഫാബ ചോദിച്ചപ്പോൾ അവർ തമ്മിൽ തർക്കമായി. ദേഷ്യം വന്ന എൽഫാബ സാധനങ്ങൾ വായുവിൽ പറത്തി തന്റെ സ്ഥലം ശരിയാക്കി അവിടെ കിടന്നുറങ്ങി. പിറ്റേന്ന് സർവകലാശാലയിൽ എല്ലാവരും ഗ്ലിൻഡയുടെ പക്ഷം ചേർന്നു. എൽഫാബയെ എല്ലാവരും പരിഹസിച്ചു. അന്നേ ദിവസം ക്ലാസ്സിൽ ഒരു ആടായ പ്രൊഫസർ പഠിപ്പിക്കാനെത്തി. ഡോക്ടർ ഡില്ലമോണ്ട് എന്നാണ് പ്രൊഫസറുടെ പേര്. ഈ കോളേജിൽ പണ്ട് ഒരുപാട് മൃഗങ്ങൾ പ്രൊഫസർമാരായി ജോലി ചെയ്തിരുന്നെങ്കിലും ഇപ്പോൾ ഡില്ലമോണ്ട് മാത്രമാണ് പ്രൊഫസറായി ജോലി ചെയ്യുന്ന ഒരേ ഒരു മൃഗം. ഗ്ലിൻഡ അദ്ദേഹത്തിന്റെ പേര് തെറ്റായി ഉച്ചരിച്ചപ്പോൾ എൽഫാബ അദ്ദേഹത്തെ പിന്തുണച്ചു. അടുത്ത കാലത്തായി മനുഷ്യർ മൃഗങ്ങളെ അടിമകളാക്കാൻ വേണ്ടി പിടിച്ചുകൊണ്ടു പോകുന്നതിനെ കുറിച്ച് പ്രൊഫസർ സംസാരിച്ചു. എല്ലാവരും തന്നെ അവഗണിക്കുന്നതിനാൽ എൽഫാബയ്ക്ക് അദ്ദേഹത്തിന്റെ സങ്കടം മനസ്സിലായി. അവർ പതിയെ സുഹൃത്തുക്കളായി മാറി. ഇപ്പോൾ പ്രിൻസിപ്പൽ എൽഫാബയുടെ മാന്ത്രിക പരിശീലനവും തുടങ്ങിയിരിക്കുന്നു. തന്റെ ശക്തി നിയന്ത്രിക്കാൻ അവൾ പഠിച്ചു വരികയാണ്. എൽഫാബ തന്റെ ശക്തി ഉപയോഗിച്ച് സാധനങ്ങൾ കൃത്യമായി ഉയർത്തുന്നുണ്ടായിരുന്നു. പക്ഷേ അവൾക്ക് ദേഷ്യം വരുമ്പോൾ എല്ലാം തകിടം മറിയാൻ തുടങ്ങും. ഇത് കണ്ട് പ്രിൻസിപ്പൽ ദേഷ്യപ്പെടുന്നതിന് പകരം സന്തോഷിക്കുകയാണ് ഉണ്ടായത്. കാരണം എൽഫാബയുടെ ശക്തി അത്രയധികം വലുതാണെന്ന് അവർ മനസ്സിലാക്കി. രാത്രിയിൽ എൽഫാബ പ്രൊഫസറെ കാണാൻ ചെന്നപ്പോൾ പ്രൊഫസർ തന്റെ ആളുകളോട് സംസാരിക്കുന്നത് അവൾ കേട്ടു. നമുക്ക് ഇനി ഇവിടെ സ്ഥാനമില്ല. സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് ഇവിടെ നിന്ന് പോകണം. മനുഷ്യർ നമ്മളെ കൊല്ലുന്ന ദിവസം ദൂരെയല്ല എന്ന് അദ്ദേഹം പറയുന്നത് കേട്ട് എൽഫാബ സങ്കടത്തിലായി. അവൾ അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോഴേക്കും പ്രൊഫസർ അവളെ കണ്ട് അകത്തേക്ക് വിളിച്ചു. അദ്ദേഹം അവളോട് വളരെ സ്നേഹത്തോടെയാണ് പെരുമാറിയത്. ഇത് കണ്ട് ഞാൻ നിങ്ങളെ തീർച്ചയായും സഹായിക്കും, നിങ്ങളുടെ അവകാശങ്ങൾ നേടിത്തരും എന്ന് എൽഫാബ വാഗ്ദാനം ചെയ്തു. അവിടെ നിന്ന് അവൾ അടുത്തുള്ള കാട്ടിലേക്കാണ് പോയത്. അവിടെ വെച്ച് കുതിരപ്പുറത്ത് വരുന്ന ഒരു യുവാവിനെ അവൾ കണ്ടുമുട്ടി. എൽഫാബയെ കണ്ട് അയാൾ പേടിച്ചുപോയി. അത് ആ നാട്ടിലെ രാജകുമാരനായിരുന്നു. യൂണിവേഴ്സിറ്റിയിൽ രാജകുമാരന്റെ വരവിനെ കുറിച്ച് സംസാരമാവുകയും ഗ്ലിൻഡ അവനെ ആകർഷിക്കാനായി നന്നായി ഒരുങ്ങുകയും ചെയ്തു. രാജകുമാരൻ ആദ്യം ആരെയും അത്ര കാര്യമാക്കിയില്ലെങ്കിലും യൂണിവേഴ്സിറ്റിയിലെ സുന്ദരിയായ ഗ്ലിൻഡയുടെ നിരന്തര ശ്രമങ്ങൾക്കൊടുവിൽ അവൻ അവളുമായി സൗഹൃദത്തിലായി. ഗ്ലിൻഡ അവനെ ലൈബ്രറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ വെച്ചാണ് രാജകുമാരൻ ആളൊരു അലമ്പനാണെന്നും അച്ചടക്കമില്ലാത്തവനുമാണെന്ന് വെളിപ്പെടുന്നത്. അവൻ നിയമങ്ങൾ ലംഘിക്കുകയും ബുക്കുകൾക്ക് മുകളിൽ കയറുകയും ചെയ്തു. ഇത് കണ്ട് ലൈബ്രറിയൻ ദേഷ്യപ്പെട്ടപ്പോൾ അവരെ കളിയാക്കാൻ വേണ്ടി അവൻ പാട്ട് പാടാൻ തുടങ്ങി. അൽഫാബ ഒഴികെ ബാക്കി എല്ലാവരും ആ പാട്ടിൽ പങ്കുചേർന്ന് അത് ആസ്വദിച്ചു. അടുത്ത രംഗത്തിൽ ഒരു പയ്യൻ ഗ്ലിൻഡയെ പാർട്ടിക്കായി ക്ഷണിക്കുന്നു. എന്നാൽ രാജകുമാരന്റെ കൂടെ പോകാനായിരുന്നു ഗ്ലിൻഡയ്ക്ക് താല്പര്യം. അതിനാൽ ആ പയ്യനോട് റോസിന്റെ കൂടെ പോകാൻ അവൾ നിർദ്ദേശിച്ചു. ഇതിൽ റോസ് സന്തോഷം
സന്തോഷവതിയായെങ്കിലും ഗ്ലിൻഡയുടെ എന്തോ ചതി ഇതിലുണ്ടെന്ന് സംശയിച്ച് അൽഫാബ റോസിനെ വിലക്കി. എന്നാൽ റോസ് അത് കേൾക്കാതെ അൽഫാബയോട് ദേഷ്യപ്പെട്ടു. ഗ്ലിൻഡ പാർട്ടിക്ക് പോകാൻ തയ്യാറെടുക്കുമ്പോൾ അൽഫാബയും അവിടെ എത്തി. ഗ്ലിൻഡയുടെ കൂട്ടുകാർക്ക് അവളുടെ സാധനങ്ങൾക്കിടയിൽ നിന്ന് ഒരു വിചിത്രമായ തൊപ്പി ലഭിച്ചു. അത് ഗ്ലിൻഡയുടെ മുത്തശ്ശിയുടേതായിരുന്നു. അവർ ആ തൊപ്പി അൽഫാബയ്ക്ക് നൽകി. പാർട്ടിയിൽ അവൾ ഇത് ധരിച്ചു വന്നാൽ എല്ലാവർക്കും അവളെ കളിയാക്കാമല്ലോ എന്ന് അവർ കരുതി. എന്നാൽ ഇതൊന്നും അറിയാതെ ഗ്ലിൻഡയ്ക്ക് തന്നോട് സ്നേഹം തോന്നി തുടങ്ങി എന്ന് കരുതി അൽഫാബ സന്തോഷിച്ചു. പാർട്ടിയിൽ എല്ലാവരും നൃത്തം ചെയ്ത് ആഘോഷിക്കുകയായിരുന്നു. അൽഫാബ ആ വിചിത്രമായ തൊപ്പി ധരിച്ച് അവിടെ എത്തി. അവളുടെ രൂപം കണ്ട് എല്ലാവരും ചിരിക്കുകയും പരിഹസിക്കുകയും ചെയ്തു. അൽഫാബ ആ തൊപ്പി നിലത്ത് വെച്ച് തനിച്ച് നൃത്തം ചെയ്യാൻ തുടങ്ങി. അവളുടെ വിചിത്രമായ നൃത്തം കണ്ട് പരിഹാസം കൂടി വന്നു. ഇത് കണ്ട് ഗ്ലിൻഡയ്ക്ക് വിഷമം തോന്നി. കാരണം താൻ കാരണമാണല്ലോ അൽഫാബ അപമാനിക്കപ്പെടുന്നത്. തന്റെ തെറ്റ് തിരുത്താനായി ഗ്ലിൻഡ അൽഫാബയുടെ കൂടെ ചേർന്ന് നൃത്തം ചെയ്തു. ഇത് കണ്ടപ്പോൾ മറ്റുള്ളവർക്കും അവരുടെ തെറ്റ് മനസ്സിലാവുകയും എല്ലാവരും അൽഫാബയെ അംഗീകരിക്കുകയും ചെയ്തു. അൽഫാബയെ സംബന്ധിച്ച് അത് വലിയൊരു ദിവസമായിരുന്നു. ഗ്ലിൻഡയോടുള്ള എല്ലാ ദേഷ്യവും അവൾക്ക് മാറി. അവർ പതിയെ സുഹൃത്തുക്കളാവാൻ തുടങ്ങുകയായിരുന്നു. അന്ന് രാത്രി റൂമിൽ വെച്ച് അവർ ആദ്യമായി കൂട്ടുകാരെ പോലെ സംസാരിച്ചു. താനും രാജകുമാരനും ഉടനെ വിവാഹിതരാകുമെന്ന രഹസ്യം ഗ്ലിൻഡ അൽഫാബയോട് പറഞ്ഞു. പകരമായി അൽഫാബയുടെ രഹസ്യവും അവൾ ചോദിച്ചു. അൽഫാബ തലയിണക്കടയിൽ വയ്ക്കുന്ന പച്ച കുപ്പി അവളുടെ രഹസ്യമാണെന്ന് കരുതി ഗ്ലിൻഡ അത് കൈക്കലാക്കി. എന്നാൽ അത് അവളുടെ അമ്മയുടെ ഓർമ്മയായിരുന്നു. തുടർന്ന് അൽഫാബ തന്റെ സങ്കടം പങ്കുവച്ചു. എന്റെ അച്ഛന് എന്നെ ഇഷ്ടമല്ല, കാരണം ഞാൻ പച്ച നിറത്തിലാണ് ജനിച്ചത്. അടുത്ത കുട്ടിയും അങ്ങനെ ആവാതിരിക്കാൻ അച്ഛൻ അമ്മയ്ക്ക് ഒരു പ്രത്യേക പാൽ നൽകി. അത് കാരണം റോസ് പച്ചയായില്ലെങ്കിലും മാസം തികയാതെ ജനിക്കുകയും അവളുടെ കാലിന് സ്വാധീനമില്ലാതാവുകയും ചെയ്തു. ആ പ്രസവത്തിൽ അമ്മ മരിക്കുകയും ചെയ്തു. ഇതിനെല്ലാം കാരണം താനാണെന്ന് പറഞ്ഞ് അൽഫാബ കരഞ്ഞു. എന്നാൽ ഇതിൽ അവളുടെ തെറ്റില്ലെന്ന് പറഞ്ഞ് ഗ്ലിൻഡ അവളെ ആശ്വസിപ്പിച്ചു. അൽഫാബയുടെ മൂഡ് മാറ്റാനായി ഗ്ലിൻഡ അവളെ ഒന്ന് സുന്ദരിയാക്കാൻ തീരുമാനിച്ചു. ഗ്ലിൻഡ അൽഫാബയെ അല്പം മേക്കപ്പ് ചെയ്ത് അവളുടെ ശൈലിയിൽ മാറ്റം വരുത്തുന്നു. ഇതിന്റെ ഫലമായി അടുത്ത ദിവസം യൂണിവേഴ്സിറ്റിയിൽ എത്തിയപ്പോൾ എല്ലാവർക്കും അവൾ ഇഷ്ടപ്പെട്ടു. ഇന്ന് രാജകുമാരൻ പോലും അൽഫാബയുടെ അടുത്ത് നിന്ന് സംസാരിക്കാൻ തുടങ്ങിയിരുന്നു. ഇതിനുശേഷം പ്രൊഫസർ ഡിൽമോണ്ടിന്റെ ക്ലാസ്സിലേക്ക് രംഗം മാറുന്നു. ഈ ലോകത്ത് മൃഗങ്ങൾ ഇനി സുരക്ഷിതരല്ല എന്നതിനാൽ എല്ലാ മൃഗങ്ങളും കോളേജ് വിട്ട് പോവുകയാണ്. ഇന്ന് അവരുടെ അവസാന ക്ലാസ് ആയിരുന്നു. ആ സമയം ഒരു ടീച്ചർ സെക്യൂരിറ്റി ഗാർഡുകളുമായി വന്ന് പ്രൊഫസറെ നിർബന്ധപൂർവ്വം അവിടെ നിന്ന് കൊണ്ടുപോയി. ഇത് കണ്ട് അൽഫാബയ്ക്ക് വളരെയധികം സങ്കടം തോന്നി. അവൾക്ക് അവരെ സഹായിക്കണമെന്നുണ്ടായിരുന്നെങ്കിലും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ ആ പ്രൊഫസർക്ക് പകരം പുതിയൊരു പ്രൊഫസർ വന്നു. അയാൾ തന്റെ തടവിൽ ഒരു ചെറിയ സിംഹക്കുട്ടിയെ വച്ചിട്ടുണ്ടായിരുന്നു. അതിനെ കൂട്ടിലടച്ച് പ്രൊഫസർ കുട്ടികളോട് പറഞ്ഞു, ഇനി മുതൽ മൃഗങ്ങൾ നമ്മളോടൊപ്പം ജീവിക്കുകയല്ല, മറിച്ച് നമ്മുടെ തടവിൽ കഴിയുകയാണ് ചെയ്യുക. ഇതൊക്കെ കണ്ട അൽഫാബയ്ക്ക് അതിയായ ദേഷ്യം വന്നു. മൃഗങ്ങളെ തടവിലാക്കുന്നത് അവൾക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അവളുടെ ദേഷ്യത്തിൽ അവിടെ ഉണ്ടായിരുന്ന എല്ലാ പൂക്കളും വസ്തുക്കളും വായുവിൽ പറക്കാൻ തുടങ്ങി. അവളുടെ ദേഷ്യത്തിന്റെ ഫലമായി രാജകുമാരൻ ഒഴികെ അവിടെ ഉണ്ടായിരുന്ന മറ്റെല്ലാവരും ബോധരഹിതരായി വീണു. കുട്ടികൾ ബോധം കെട്ടതോടെ അൽഫാബ ആ സിംഹക്കുട്ടിയെ കാട്ടിൽ വിടാൻ വേണ്ടി എഴുന്നേറ്റു. രാജകുമാരനും അവളെ സഹായിച്ചു. അവർ സിംഹക്കുട്ടിയുമായി ഒരു സൈക്കിളിൽ കാട്ടിലേക്ക് തിരിച്ചു. പിന്നീട് പ്രിൻസിപ്പൽ ക്ലാസ്സിൽ വന്നപ്പോൾ എല്ലാ കുട്ടികളും ടീച്ചറും ബോധരഹിതരായി കിടക്കുന്നത് കണ്ടു. ഇത് തീർച്ചയായും അൽഫാബയുടെ മാന്ത്രിക ശക്തിയാൽ സംഭവിച്ചതാണെന്ന് അവർക്ക് മനസ്സിലായി. അവളുടെ ശക്തി വളരെയധികം വർദ്ധിച്ചിരിക്കുന്നു എന്ന് കണ്ട് അവർ സന്തോഷിക്കുകയും ആ രാജ്യത്തെ ഏറ്റവും വലിയ മന്ത്രവാദിയായ ദ ഗ്രേറ്റ് വിസാർഡിന് കത്തെഴുതുകയും ചെയ്തു. കാട്ടിൽ വെച്ച് രാജകുമാരനും അൽഫാബയും തമ്മിൽ തർക്കമുണ്ടായി. രാജകുമാരൻ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോൾ അൽഫാബ അവന്റെ കൈ പിടിച്ചു. അവൾക്കും ഇപ്പോൾ രാജകുമാരനെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയിരുന്നു. പക്ഷെ രാജകുമാരൻ ഒരിക്കലും തന്നെ വിവാഹം കഴിക്കില്ലെന്ന് അവൾക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ ആ സംസാരം കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോയില്ല. അടുത്ത ദിവസം യൂണിവേഴ്സിറ്റിയിൽ അൽഫാബയെ കാത്ത് ഒരു വലിയ സർപ്രൈസ് ഉണ്ടായിരുന്നു. ഗ്രേറ്റ് വിസാർഡ് അൽഫാബയെ കാണാൻ വിളിച്ചിരിക്കുന്നു. പ്രിൻസിപ്പൽ അൽഫാബയുടെ ശക്തികളെ കുറിച്ച് അറിയിച്ചതിനാലാണ് അദ്ദേഹം വിളിച്ചത്. അൽഫാബയ്ക്ക് ഇതൊരു നല്ല അവസരമായി തോന്നി. അവളെ കൊണ്ടുപോകാനായി ഒരു പച്ച നിറത്തിലുള്ള ട്രെയിനും വന്നു. അവൾ പോകാറായപ്പോൾ എല്ലാവരും അവളെ കാണാൻ വന്നു. രാജകുമാരൻ അവൾക്ക് ഗുഡ് ലക്ക് നേർന്നുകൊണ്ട് പൂക്കൾ നൽകി. ഗ്ലിൻഡയും അവളെ കാണാനെത്തിയിരുന്നു. അവിടെ വെച്ച് ഗ്ലിൻഡ അൽഫാബയോട് മറ്റൊരു രഹസ്യം കൂടി പങ്കുവച്ചു. രാജകുമാരനും താനും അവളുടെ സൗഹൃദം പഴയതുപോലെ അല്ലെന്നും അവൻ ഇപ്പോൾ തന്നോട് ദേഷ്യത്തിലാണെന്നും അവൾ പറഞ്ഞു. രാജകുമാരന് ഇപ്പോൾ തന്നോട് അല്പം ദേഷ്യമാണെന്ന് ഗ്ലിൻഡ പറഞ്ഞപ്പോൾ എൽഫാബയ്ക്കും ചെറിയ സങ്കടം തോന്നി. എങ്കിലും അവൾ ട്രെയിനിൽ കയറി. പോകുന്ന സമയത്ത് ഗ്ലിൻഡ എൽഫാബയ്ക്ക് ഒരു കത്ത് നൽകി. തനിക്കും അവളോടൊപ്പം വരണമെന്നുണ്ടായിരുന്നു എന്നും എന്നാൽ അത് നേരിട്ട് പറയാൻ കഴിഞ്ഞില്ലെന്നുമാണ് ഗ്ലിൻഡ അതിൽ എഴുതിയിരുന്നത്. അത് വായിച്ച എൽഫാബ ഉടനെ ഗ്ലിൻഡയുടെ കൈ പിടിച്ച് അവളെയും ട്രെയിനിനുള്ളിലേക്ക് വലിച്ചു കയറ്റി. കുറച്ചു സമയത്തിനുള്ളിൽ അവർ ഒടുവിൽ എമറാൾഡ് സിറ്റിയിൽ എത്തിച്ചേർന്നു. അവിടെ അവർക്ക് വലിയ സ്വീകരണം ലഭിച്ചു. എല്ലാവരും അവർക്കായി നൃത്തം ചെയ്തു. ഒടുവിൽ അവരെ നഗരത്തിനുള്ളിലേക്ക് കൊണ്ടുപോയി. അതൊരു മാന്ത്രിക നഗരമാണെന്ന് അവർക്ക് മനസ്സിലായി. അവിടെ അവർ ഒരു ഷോ കണ്ടു. അതിൽ ഈ നഗരത്തിന്റെയും ഗ്രേറ്റ് വിസാർഡിന്റെ കഥയും ഒക്കെയാണ് പറയുന്നത്. ഓസി എന്നാണ് അവർ എല്ലാവരും ജീവിക്കുന്ന ഈ രാജ്യത്തിന്റെ പേര്. അതിന്റെ തലസ്ഥാന നഗരമാണ് അവരിപ്പോൾ നിൽക്കുന്ന എമറാൾഡ് സിറ്റി. അവിടെ ആ രാജ്യത്തിന്റെ രക്ഷകരായ ശക്തരും നല്ലവരുമായ രണ്ട് മന്ത്രവാദിനികൾ ജീവിച്ചിരുന്നു. തങ്ങൾ എന്നെന്നും ജീവിച്ചിരിക്കില്ലെന്ന് മനസ്സിലാക്കിയ അവർ തങ്ങളുടെ മാജിക് രഹസ്യങ്ങൾ മുഴുവൻ വളരെ വിചിത്രവും രഹസ്യവുമായ ഭാഷയിൽ ഒരു പുസ്തകത്തിൽ എഴുതി വെക്കാൻ തീരുമാനിച്ചു. ആ പുസ്തകത്തിന്റെ പേരാണ് ഗ്രിമ്മറി. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അവർ അടക്കം ആ പുസ്തകം വായിക്കാൻ കഴിവുള്ള എല്ലാവരും മരിച്ചുപോയി. അങ്ങനെ ആ പുസ്തകം വായിക്കാൻ
കഴിവുള്ള ആരും ജീവിച്ചിരിപ്പില്ലാത്ത അവസ്ഥ വന്നു. പക്ഷേ ആ മന്ത്രവാദികൾ ഒരു പ്രവചനം നടത്തിയിരുന്നു. ഓസിയുടെ ഏറ്റവും മോശം സമയത്ത് ഗ്രിമ്മറി വായിക്കാൻ കഴിവുള്ള ഒരാൾ വരും. അയാൾ ഓസിയെ ആ അവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്യും. ഒരു ദിവസം ആകാശത്ത് പറക്കുന്ന ഹോട്ട് എയർ ബലൂണിൽ ഒരാൾ പ്രത്യക്ഷപ്പെട്ടു. അയാൾ ഗ്രിമ്മറി വായിക്കുകയും ചെയ്തു. അതിനുശേഷം അയാൾ വിസാഡ് എന്ന് അറിയപ്പെടാൻ തുടങ്ങി. അങ്ങനെ ആ വിസാഡ് ഓസിയിലേക്ക് വീണ്ടും പഴയ സന്തോഷവും ആഘോഷവും ഒക്കെ കൊണ്ടുവന്നു. എൽഫാബയും ഗ്ലിൻഡയും കൂടി വിസാഡിന്റെ കൊട്ടാരത്തിലെത്തി കാവൽക്കാർക്ക് തങ്ങൾക്ക് കിട്ടിയ ഇൻവിറ്റേഷൻ ലെറ്റർ കാണിച്ചു കൊടുത്തു. കാവൽക്കാർ അവരെ കൊട്ടാരത്തിന്റെ അകത്തേക്ക് കൊണ്ടുപോയി. നീല നിറത്തിലുള്ള രോമങ്ങളുള്ള കുരങ്ങന്മാരാണ് കൊട്ടാരത്തിന്റെ അകത്തെ കാവൽക്കാർ. കുരങ്ങുപടയുടെ നേതാവ് അവരെ വലിയൊരു ഹാളിലേക്കാണ് കൊണ്ടുപോയത്. അവിടെയുള്ള ഡോർ തുറന്ന് അകത്ത് കയറി അവർ കണ്ടത് വലിയൊരു യന്ത്രമനുഷ്യന്റെ മുഖമാണ്. അത് അവരോട് സംസാരിക്കാൻ തുടങ്ങി. ആ യന്ത്രമനുഷ്യനിലൂടെ വിസാഡായിരുന്നു അവരോട് സംസാരിച്ചത്. അത് കണ്ട് അവർ പേടിച്ചു പോയെങ്കിലും താൻ എൽഫാബയാണെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ആ യന്ത്രമുഖം നിശ്ചലമാവുകയും നിങ്ങളാണോ എൽഫാബ എന്ന് ചോദിച്ചുകൊണ്ട് വിസാഡ് പുറത്തു വരികയും ചെയ്തു. വിസാഡ് എൽഫാബയെ കൂട്ടി നഗരം ചുറ്റി കാണിക്കുകയും താൻ രൂപകൽപ്പന ചെയ്ത ഈ നഗരത്തിന്റെ ഭാവി കാണിച്ചു കൊടുക്കുകയും ചെയ്തു. ആ നഗരം അതീവ സുന്ദരമായിരുന്നു. അവിടുത്തെ തെരുവുകൾ വെളിച്ചം കൊണ്ട് മഞ്ഞ നിറത്തിലാക്കാൻ എൽഫാബ വിസാഡിനോട് നിർദ്ദേശിച്ചു. വിസാഡ് എൽഫാബയ്ക്ക് അവളോട് തന്നെ ഒരു ചെറിയ പ്രതിമ കാണിച്ചു കൊടുത്തു. ഈ നഗരത്തെ എൽഫാബ ഭരിക്കുമെന്നാണ് ആ പ്രതിമ സൂചിപ്പിച്ചിരുന്നത്. എന്നാൽ അത് കണ്ട ഉടനെ എൽഫാബ പറഞ്ഞു, എന്റെ സ്വപ്നം എവിടെയെങ്കിലും ഭരണം നടത്തുക എന്നതല്ല, മറിച്ച് മൃഗങ്ങൾക്കായി എന്തെങ്കിലും ചെയ്യാൻ കഴിയണം എന്നതാണ്. അതിന് എനിക്ക് നിങ്ങളുടെ സഹായം വേണം. അവർ സംസാരിച്ചു കൊണ്ടിരിക്കെ പ്രിൻസിപ്പൽ അവിടേക്ക് വരുന്നു. അവരെ കണ്ടപ്പോൾ എൽഫാബയ്ക്ക് വലിയ സന്തോഷമായി. അവൾ ഓടിച്ചെന്ന് അവരെ കെട്ടിപ്പിടിച്ചു. മൃഗങ്ങൾക്കായി എന്തെങ്കിലും ചെയ്യണമെന്ന എൽഫാബയുടെ ആഗ്രഹത്തെക്കുറിച്ച് അവിടെ സംസാരം നടക്കുകയായിരുന്നു. അപ്പോൾ വിസാഡിന്റെ നിർദ്ദേശപ്രകാരം ഒരു കുരങ്ങൻ ഒരു മാന്ത്രിക പുസ്തകത്തിന് മുകളിലുള്ള തുണി മാറ്റുന്നു. ഗ്രിമ്മറി എന്ന മാന്ത്രിക പുസ്തകമായിരുന്നു അത്. ആ കുരങ്ങന് പറക്കാൻ വലിയ ആഗ്രഹമുണ്ടെന്നും ഈ മന്ത്രം ചൊല്ലിയാൽ അവന് ചിറകുകൾ നൽകാൻ നിനക്ക് കഴിയുമെന്നും വിസാഡ് എൽഫാബയോട് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞതനുസരിച്ച് എൽഫാബ ആ മന്ത്രം ചൊല്ലി. അത്ഭുതകരമെന്ന് പറയട്ടെ, ആ മന്ത്രം ഫലിച്ചു. ഒരു മൃഗത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞതിൽ എൽഫാബ സന്തോഷിച്ചു. എന്നാൽ മന്ത്രത്തിന് പിന്നാലെ ആ കുരങ്ങൻ വേദന കൊണ്ട് പൊളിയാൻ തുടങ്ങുന്നതും അവന്റെ മുതുകിൽ ചിറകുകൾ മുളച്ചു വരുന്നതും കണ്ടപ്പോൾ അവൾ ഭയന്നുപോയി. അവൾ ആ മന്ത്രം നിർത്താൻ ആഗ്രഹിച്ചു. എന്നാൽ ആ മന്ത്രം തിരിച്ചും ചൊല്ലി നോക്കിയെങ്കിലും മാറ്റം ഉണ്ടായില്ല. ദേഷ്യം വന്ന എൽഫാബ വിസാഡിനോട് ഈ മന്ത്രം ഉടനെ നിർത്താൻ ആവശ്യപ്പെട്ടു. അപ്പോൾ വിസാഡ് ഒരു സത്യം വെളിപ്പെടുത്തി. ഈ പുസ്തകത്തിലെ മന്ത്രങ്ങൾ വായിക്കാൻ തക്കവണ്ണമുള്ള വലിയ മാന്ത്രിക ശക്തിയൊന്നും തനിക്കില്ല. എന്നാൽ എൽഫാബയ്ക്ക് അത് സാധിച്ചു. അതിനർത്ഥം എൽഫാബയുടെ ശക്തി വളരെ വലുതാണ് എന്നാണ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങൾ തടയാൻ ആര് വിചാരിച്ചാലും സാധിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇത് കേട്ട എൽഫാബയ്ക്ക് അതിയായ ദുഃഖം തോന്നി. താൻ എന്താണ് ചെയ്യാൻ ആഗ്രഹിച്ചത്, പക്ഷെ ഇപ്പോൾ എന്താണ് സംഭവിച്ചത്? അവൾ പുറത്തിറങ്ങി നോക്കിയപ്പോൾ കുരങ്ങന്മാരുടെ ഒരു വലിയ പട തന്നെ വേദന കൊണ്ട് പുളയുന്നതാണ് കണ്ടത്. അവരുടെ മുതുകിൽ ചിറകുകൾ മുളച്ചു വരികയായിരുന്നു. വിസാഡും പ്രിൻസിപ്പലും ചേർന്ന് തന്നെ ചതിച്ചതാണെന്ന് അവൾക്കപ്പോൾ മനസ്സിലായി. യഥാർത്ഥത്തിൽ അവർ രണ്ടുപേരും മൃഗങ്ങളെ സ്നേഹിച്ചിരുന്നില്ല, പകരം അവരെ അടിമകളാക്കാൻ ആഗ്രഹിച്ചിരുന്നു. അതിനായി അവർ എൽഫാബയെ ഉപയോഗിക്കുകയായിരുന്നു. സത്യം തിരിച്ചറിഞ്ഞ എൽഫാബയ്ക്ക് ദേഷ്യം വരികയും ആ മാന്ത്രിക പുസ്തകവുമായി അവിടെ നിന്ന് രക്ഷപ്പെടാൻ തീരുമാനിക്കുകയും ചെയ്തു. അവൾ ഓടിപ്പോകുന്നത് കണ്ട പ്രിൻസിപ്പൽ ഗ്ലിൻഡയെ മന്ത്രവാദം പഠിപ്പിക്കാമെന്ന് വാഗ്ദാനം ചെയ്തു. പകരം എൽഫാബയെ അവിടെ എത്തിക്കണമെന്നായിരുന്നു നിബന്ധന. ഗ്ലിൻഡയ്ക്കും ഇതൊരു നല്ല അവസരമായി തോന്നി. അവൾ എൽഫാബയെ പിടികൂടാനായി പിന്നാലെ ഓടി. ഇപ്പോൾ ചിറകുകൾ ലഭിച്ച കുരങ്ങുപടയോട് എൽഫാബയെ കണ്ടെത്തി കൊണ്ടുവരാൻ പ്രിൻസിപ്പൽ ഉത്തരവിട്ടു. വിസാഡ് തന്റെ പ്രത്യേക മുറിയിലെത്തി തന്റെ കാവൽക്കാരെയും എൽഫാബയെ തിരയാനായി നിയോഗിച്ചു. ഏതു വിധേനയും ഒരു മന്ത്രവാദിനി ആകാനുള്ള അവസരം നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഗ്ലിൻഡ എൽഫാബയുടെ അടുത്തെത്തി. പോകരുതെന്ന് പറഞ്ഞ് അവൾ എൽഫാബയെ തടയാൻ ശ്രമിച്ചെങ്കിലും എൽഫാബയ്ക്ക് അവിടെ നിന്ന് പോകണമായിരുന്നു. ആ സമയത്ത് അവൾ ഒരു ഹോട്ട് എയർ ബലൂൺ ഉള്ള ഒരു മുറിയിലെത്തി. അതിൽ കയറി രക്ഷപ്പെടാനായിരുന്നു അവളുടെ ശ്രമം. അപ്പോഴേക്കും വിസാഡിന്റെ ആളുകൾ അവളെ പിടികൂടാൻ അവിടെ എത്തിയെങ്കിലും അതിനു മുമ്പ് തന്നെ എൽഫാബ ഹോട്ട് എയർ ബലൂണിനുള്ളിൽ കയറി അവിടെ നിന്ന് പുറപ്പെട്ടു. അവൾ പുറത്തു കിടക്കുന്നതിന് മുമ്പ് തന്നെ കൊട്ടാരത്തിന്റെ മേൽക്കൂര അടയ്ക്കപ്പെട്ടു. ഇത് കാരണം അവളുടെ ഹോട്ട് എയർ ബലൂൺ തകരുകയും അവിടെ തീപിടുത്തം ഉണ്ടാവുകയും ചെയ്തു. എൽഫാബയും ഗ്ലിൻഡയും താഴെ വീഴുകയും ഒരു മുറിയിൽ കുടുങ്ങുകയും ചെയ്തു. അവിടെ വെച്ച് ഗ്ലിൻഡ എൽഫാബയെ ഉപദേശിച്ചു. ഇതൊരു നല്ല അവസരമാണ്, നിനക്ക് എല്ലാം ലഭിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് നീ അവരുടെ വാഗ്ദാനം സ്വീകരിക്കാത്തത്? ഇതിന് ദേഷ്യത്തോടെ എൽഫാബ മറുപടി നൽകി. എന്റെ സ്വപ്നം ഭരണം നടത്തുക എന്നതല്ല, എനിക്ക് മൃഗങ്ങൾ ഇപ്പോൾ നേരിടുന്ന ഈ അവസ്ഥയിൽ നിന്നും അവരെ മോചിപ്പിക്കണം, അത് മാത്രമാണ് എന്റെ ലക്ഷ്യം. ഇതേസമയം എൽഫാബ ഒരു കള്ളിയാണെന്നും അവൾ മാന്ത്രിക പുസ്തകം മോഷ്ടിച്ച് കടന്നു കളഞ്ഞെന്നും പ്രിൻസിപ്പൽ കോളേജിലും നഗരത്തിലാകെയും വാർത്ത പരത്തി. ഇത് കേട്ട എല്ലാവർക്കും വലിയ വിഷമം തോന്നുകയും എല്ലാവരും അവളെ വെറുക്കാൻ തുടങ്ങുകയും ചെയ്തു. എൽഫാബയും ഗ്ലിൻഡയും ഈ പ്രഖ്യാപനം കേട്ടു. ഇത് കേട്ട എൽഫാബയ്ക്ക് അതിയായ ദേഷ്യം വന്നു. അപ്പോൾ ഗ്ലിൻഡ അവളെ വീണ്ടും അനുനയിപ്പിക്കാൻ ശ്രമിച്ചു. നീ നിന്റെ ദേഷ്യം കളഞ്ഞ് പ്രിൻസിപ്പലിനോട് പോയി മാപ്പ് ചോദിക്കൂ, എല്ലാം പഴയതുപോലെ ആകും. എന്നാൽ മൃഗങ്ങളെ അടിമകളാക്കാൻ ശ്രമിക്കുന്ന വിസാഡിനോടും പ്രിൻസിപ്പാളിനോടും സഹകരിക്കാൻ അവൾ തയ്യാറല്ലായിരുന്നു. അവൾ ആ മാന്ത്രിക പുസ്തകത്തിൽ നിന്ന് ഒരു മന്ത്രം ചൊല്ലാൻ തുടങ്ങി. ഗ്ലിൻഡ അവളെ തടയാൻ ശ്രമിച്ചെങ്കിലും ആ മന്ത്രത്തിന്റെ ഫലമായി എൽഫാബയുടെ അടുക്കൽ ഒരു മാന്ത്രിക ചൂൽ പ്രത്യക്ഷപ്പെട്ടു. ആ ചൂലിൽ കയറി അവൾ അവിടെ നിന്ന് പറന്നുപോയി. വിസാഡിന്റെ കാവൽക്കാർക്ക് പോലും അവളെ പിടികൂടാൻ കഴിഞ്ഞില്ല. എൽഫാബ രക്ഷപ്പെട്ടതോടെ പ്രിൻസിപ്പൽ ഗ്ലിൻഡയെ തന്റെ കൂടെ കൂട്ടി. അവളെ മന്ത്രവാദം പഠിപ്പിക്കാമെന്നും രണ്ടുപേർക്കും ചേർന്ന് എൽഫാബയെ കണ്ടെത്താമെന്നും അവർ പറഞ്ഞു. ക്രൂരയായ പ്രിൻസിപ്പലുമായി ഗ്ലിൻഡ കൈകോർക്കില്ലെന്ന് എൽഫാബ കരുതിയിരുന്നു. എന്നാൽ ഗ്ലിൻഡ അവരോടൊപ്പം ചേർന്നുവെന്നറിഞ്ഞപ്പോൾ എൽഫാബയുടെ ഹൃദയം തകർന്നു. ഈ നഗരം
തന്നോട് വലിയ അനീതിയാണ് ചെയ്തതെന്ന് അവൾക്ക് തോന്നി. അതിനാൽ അവൾ ആ നഗരത്തെ ഇരുട്ടിലാഴ്ത്തുന്ന ഒരു ശാപം നൽകി ദൂരെയുള്ള മലനിരകളിലേക്ക് പോയി. ഇവിടെയാണ് ഈ സിനിമ അവസാനിക്കുന്നത്.